പൂ നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ആ തേൻ വരുന്ന പോളെ അതിൻ്റെ നടുക്കത്ത് ഒരു നാരുമുണ്ട്, അത് കട്ടിയുള്ള അതൊന്ന് വൃത്തിയാക്കി താഴ്വശത്തെ കട്ടിയുള്ളിടം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ചുണ്ടിനരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പൂ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കറയെല്ലാം നമ്മൾ കളഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ. അതുകൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചുണ്ടിൻ്റെ പ്രാധാന്യം തന്നെ ഇതിനുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉള്ളി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അരച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അതിലേക്കിട്ട് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടെ ചേർത്ത് നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വയ്ക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചൊന്ന് കൊടുക്കണം. കണ്ടമാനം വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇതിൻ്റെ കട്ടിയുള്ള വശങ്ങളെല്ലാം നമ്മൾ കളഞ്ഞാണ്, അതുകൊണ്ട് വലിയതായിട്ട് വെച്ച് ആവി കയറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചുണ്ടിനോളം പ്രാധാന്യമുള്ളൊരു തോരനാണ്.